ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി മലയാളത്തിൻ്റെ കൂടി പ്രിയപ്പെട്ട ഗായിക എസ് ജാനകി അന്തരിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തുവരുന്നത്. 1957 ഗാനശാഖയിലേക്ക് കടന്നുവന്ന ജാനകി അമ്മയിലൂടെ മലയാളികൾ എത്ര സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു, എത്ര വിരഹങ്ങൾ അറിഞ്ഞിരിക്കുന്നു, എത്ര സന്തോഷങ്ങൾ ആസ്വദിച്ചിരിക്കുന്നു. അങ്ങനെ മലയാളത്തിൻ്റെ എന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യൻ ഭാഷകളുടെ ആകെ പ്രിയപ്പെട്ട ജാനകിയമ്മ വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൈസൂരിൽ വച്ചായിരുന്നു അന്ത്യം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ മലയാളിയെ ഇത്രയധികം ചിരിപ്പിച്ച, ഇത്രയധികം വിരഹദുഃഖം അനുഭവിപ്പിച്ച, ഇത്രയധികം പ്രണയിപ്പിച്ച മറ്റൊരു ഗായിക ഇല്ല എന്ന് തന്നെ പറയാം. വളരെ പ്രായമേറിയപ്പോൾ പോലും വളരെ ചെറിയ ഒരു കുഞ്ഞിൻ്റെ ശബ്ദത്തോടു കൂടി പാടാൻ കഴിഞ്ഞ, ഒരുപക്ഷെ വിസ്മയനാദം എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ മനുഷ്യർക്ക് പാടാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് വളരെ ഏകദേശം 6 പതിറ്റാണ്ടോളം ഗാനശാഖയിൽ ജാനകിയമ്മ പകരം വയ്ക്കാനില്ലാത്ത നാദധാര അവർ വിടവാങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളിയുടെ വിരഹങ്ങളിൽ, മലയാളിയുടെ പ്രണയങ്ങളിൽ, മലയാളിയുടെ ദുഃഖങ്ങളിലൊക്കെ ഒരു ജാനകിയമ്മയുടെ ഗാനമുണ്ടാകും. ആ നാദധാര, ആ വിസ്മയനാദം നിലച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഈ സാഹചര്യത്തിൽ അറിയിക്കാനുള്ളത്. 1957 ഗാനശാഖയിലേക്ക് കടന്നു വന്ന എത്രയെത്ര ഗാനങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഉണരുണരു, ഉണ്ണിപ്പൂവേ തുടങ്ങി എത്രയെത്ര മനോഹരമായ എണ്ണിയാലൊടുങ്ങാത്ത ഗാനങ്ങൾ, 48,000-ലധികം ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ, മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിലൊക്കെ പാടിയ ജാനകിയമ്മ. സുനിൽ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ. സുനിൽ, ആ വിരഹവാർത്ത ഒരുപക്ഷെ മലയാളികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. മലയാളികളെ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ ഭാഷയിലുള്ള എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജാനകിയമ്മയുടെ നിര്യാണം സംഭവിച്ചത്? എന്താണ് മറ്റു വിവരങ്ങൾ? സിജു, ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ജാനകിയമ്മയുടെ വിടവാങ്ങലെന്ന് പറയുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങളിൽ ഈ ഗാനങ്ങൾ ശബ്ദമാധുരിയിൽ തന്നെ മലയാളികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ കീഴടക്കിയ ഗാനങ്ങളായിരുന്നു. അത്തരത്തിലുള്ള മെലഡികളാണ്, ഒട്ടേറെ മെലഡികൾ സമ്മാനിച്ച്, ഡ്യുവറ്റുകൾ സമ്മാനിച്ചു എന്നുള്ളതാണ് ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പല തലമുറകളിൽ ശബ്ദമാധുര്യത്തിൻ്റെ അല്ലെങ്കിൽ ഗാനഗോകുലമായി നിന്നുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ വാനമ്പാടിയായി തന്നെയാണ് ജാനകിയമ്മ അവസാന നിമിഷം വരെയും സംഗീത ലോകത്ത് നിറഞ്ഞു നിന്നത് എന്നാണ് നമുക്ക് ഈ ഒരു വിടവാങ്ങലിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ആദ്യ ഗാനം 1957 പാടുന്നത് മുതൽ അവസാന ഗാനം വരെ ജാനകിയമ്മ ആ ഓരോ ഗാനത്തിനോടും പുലർത്തിയിട്ടുള്ള നീതി എന്ന് പറയുന്നത് ഓരോ സംഗീത സംവിധായകന്മാരും അവരുടെ ഓരോ ഇൻ്റർവ്യൂയിലും അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള, ഭാസ്കര മാസ്റ്റർ തുടങ്ങിയായാലും അതിനുശേഷം തമിഴകത്തെ സംഗീത ലോകത്തെ മുടിചൂരാമനായിട്ടുള്ള ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ഒട്ടേറെ ഗാനങ്ങൾ, അത് SP ബാലസുബ്രഹ്മണ്യവുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, മലരെ മൗനമ എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഗാനം, അത്തരത്തിൽ എത്ര ഗാനങ്ങളാണ് തമിഴിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും കന്നഡയിലായാലും ഈ ഗാനങ്ങളെല്ലാം ഓരോ ഗാനത്തിലും അവരുടേതായിട്ടുള്ള സംഗീതം കൂടെ ആ ഗാനത്തിൽ ആഴത്തിലിറങ്ങിക്കൊണ്ട്, ആ വരികളിൽ ആഴത്തിലിറങ്ങിക്കൊണ്ട് അവരുടെ ശബ്ദമാധുരിയിൽ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഗാനരംഗത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ തന്നെ സംഗീതത്തിലേക്ക് ഒരു കാലഘട്ടത്തിൽ സംഗീതത്തിൻ്റെ ആഴത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് യേശുദാസിനോടൊപ്പം ഗാനങ്ങൾ ആലപിക്കുമ്പോഴായാലും, ജയചന്ദ്രനോടൊപ്പം ഗാനങ്ങൾ ആലപിക്കുമ്പോഴായാലും, തമിഴകത്തെ സൂപ്പർ ഹിറ്റ് സിംഗർമാരായിട്ടുള്ള SP ബാലസുബ്രഹ്മണ്യത്തോട് ഗാനങ്ങൾ ആലപിക്കുമ്പോഴായാലും, സൗന്ദരരാജനോടൊപ്പം പാടിയിട്ടുള്ളപ്പോൾ, അത്തരത്തിൽ ഏത് ഗാനം ആലപിച്ചാലും അത് അത്രയും ആഴത്തിൽ തന്നെ, അത് ആ കഥാപാത്രത്തിനകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പച്ചയായ മനുഷ്യൻ്റെ പ്രണയമായാലും അവൻ്റെ ദുഃഖമായാലും അവൻ്റെ വിരഹമായാലും അതൊക്കെ ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ അത് ഒരു ആ സിറ്റുവേഷനിലേക്ക് നമ്മളും പോകുന്നു എന്നുള്ളതാണ് ജാനകിയമ്മയുടെ പാട്ടുകളുടെ പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്. ജാനകിയമ്മയ്ക്ക് ദക്ഷിണേന്ത്യയിലെ ഹൃദയങ്ങൾ കീഴടക്കിയ ജാനകിയമ്മയ്ക്ക് വിട നൽകുമ്പോൾ അത് തന്നെയാണ് ഈ 88ാമത്തെ വയസ്സിൽ വിട നൽകുമ്പോൾ ഈ ഗാനം ആസ്വദിക്കുന്നവർക്കായാലും ഗാനങ്ങളെ സ്നേഹിക്കുന്നവർക്കായാലും പറയാനുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. 88ാമത്തെ വയസ്സിൽ ആണ് അന്ത്യം സംഭവിക്കുന്നത്. മൈസൂരിലെ അപ്പോള ആശുപത്രിയിലായിരുന്നു അന്ത്യം.
ഒരു ഒരു 5 വർഷത്തിന് മുമ്പെന്ന് തോന്നുന്നു, അഞ്ചല്ല ഒരു 3 വർഷത്തിന് മുമ്പ് തന്നെ ഗാനരംഗത്ത് നിന്ന് വിടവാങ്ങുന്നു എന്നുള്ള വാർത്ത മലയാളികൾ വളരെ വേദനയോടുകൂടി തന്നെയാണ് കേട്ടത്. കാരണം ഇനി ഞാൻ ഗാനങ്ങൾ ആലപിക്കാനില്ല. കാരണം അവസാന നിമിഷത്തിൽ പോലും ശാരീരിക അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും തനിക്ക് ഗാനങ്ങൾ വഴങ്ങില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും അവസാനമായി മലയാളികൾക്ക് വേണ്ടി ഗാനം ആലപിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം നമുക്ക് പറയാനുള്ളത്. അത് ഒരുപക്ഷേ ഈ നമുക്കറിയാം മലയാളത്തിൽ മാത്രമല്ല, ഏകദേശം 17 ഭാഷകളിൽ, തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ 17 ഭാഷകളിൽ അടക്കം അവർ പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകർക്ക് വേണ്ടിയെല്ലാം ജാനകി പാട്ടുകൾ പാടിയ ഇളയരാജ ആയാലും MS വിശ്വനാഥനായാലും AR റഹ്മാനായാലും അങ്ങനെ വല്ലാത്തൊരു വൈവിധ്യം. ഏത് ഭാഷയിൽ ഏത് ഈണത്തിൽ പാടിയാലും ജാനകിയമ്മ അവിടെ ഒരു കയ്യൊപ്പ് ചാർത്തി പോയിട്ടുണ്ട്, സ്വരച്ചാർത്ത് ചാർത്തിയിട്ടുണ്ട്. ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും, അതായത് ഇളയരാജ കൊണ്ടുവരുന്ന ഒരു രീതി ആയാലും AR റഹ്മാൻ്റെ രീതി, അതിനെല്ലാം ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ശബ്ദം അതായിരുന്നു ജാനകിയമ്മ. ആരോടും വഴങ്ങുന്ന ഏത് സംഗീത സംവിധായകനും ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശബ്ദമാധുരി. തീർച്ചയായും സിജു, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ജാനകിയമ്മയെക്കുറിച്ച് സഹപ്രവർത്തകരായ ഗായകരായാലും ഗായികമാരായാലും സംഗീത സംവിധായകരായാലും പറയുന്നത്. കാരണം ജാനകി അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യുമ്പോൾ ജാനകി അമ്മ ആ പാട്ടിലൂടെ ജീവിക്കുകയാണ് എന്നാണ് സംഗീത സംവിധായകർ പറയുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സംഗീതത്തിലേക്ക് വരുന്ന ജാനകി അമ്മ ബേസിക്കായി സംഗീതം ഒന്നും പഠിക്കാതെ തന്നെ ഗാന ആലാപന രംഗത്തേക്ക് കടന്നു വന്ന് തൻ്റേതായിട്ടുള്ള ശബ്ദമാധുരി, അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അത് ഹൈ പിച്ച് പാട്ടുകൾ പാടുമ്പോൾ കിട്ടുന്നതായാലും ഫാസ്റ്റ് നമ്പർ പാടുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ശബ്ദ വ്യതിയാനങ്ങളൊക്കെ ആ സംഗീത സംവിധായകർ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഓരോ പാട്ടുകൾ പരിശോധിക്കുമ്പോഴും നമുക്ക്, അല്ലെങ്കിൽ ഗാനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല തലമുറയിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള സംഗീത സംവിധായകന്മാരെല്ലാം തന്നെ ഇത്തരത്തിൽ ജാനകി അമ്മയുടെ ഈ ശബ്ദമാധുര്യത്തെ, അല്ലെങ്കിൽ പാട്ടിനോടുള്ള അഭിനിവേശത്തെ, അല്ലെങ്കിൽ പാട്ടിനോട് ആഴത്തിൽ അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന പാട്ടുകളെല്ലാം തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സമയത്തും ജാനകി അമ്മയുടെ ഒരു പാട്ട് റേഡിയോയിലൂടെ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ കേൾക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മാധുര്യം, നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ആ പാട്ട് വരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു പ്രത്യേക അനുഭൂതി എന്ന് പറയുന്നത്, അത് പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ വിരഹത്തിൻ്റെ ആയാൽ പോലും അത്തരത്തിൽ തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു പാട്ടിൽ. പിന്നെ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ജാനകി അമ്മയുടെ സ്റ്റേജിലേക്കുള്ള പെർഫോമൻസ് ഒക്കെ, അതായത് ഒരു കാലഘട്ടത്തിൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ജാനകി അമ്മ ഗാനം ആലപിക്കുമ്പോൾ അത് ഡ്യുവറ്റ് സോങ് ആണെങ്കിൽ ജാനകി അമ്മ നിൽക്കുന്നത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ജാനകി അമ്മ ഈ പാട്ട് എങ്ങനെയാണ് പാടാൻ പോകുന്നത് എന്നുള്ളത് തോന്നിപ്പോകുന്ന തരത്തിലാണ്. വളരെ ഒരു സാത്വിക മനോഭാവത്തോടുകൂടി, വളരെ നിഷ്കളങ്ക സ്വഭാവത്തോടു, നിഷ്കളങ്കമായ മുഖത്തോടുകൂടി, ചിരിക്കുന്ന മുഖത്തോടുകൂടി, എന്നൊരു വട്ടപ്പൊട്ടൊക്കെ നെറ്റിയിലുണ്ടാകും. അത്തരത്തിൽ ആ ഒരു കുങ്കുമപ്പൊട്ടും ചന്ദനവും ഒക്കെ അണിഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം, ആരെയും അനുകരിക്കാത്ത തരത്തിലുള്ള സ്വന്തം ശൈലി രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേഷവിധാനത്തിൽ ആ ഗായിക പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ ആ മാധുര്യം, അവരുടെ ശബ്ദം മാധുര്യം കേൾക്കാനായി ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന കാലഘട്ടമൊക്കെ നമുക്കിപ്പോൾ ഓർമ്മിച്ചെടുക്കേണ്ടി വരുന്നതാണ്.